PR ശിവശങ്കർ, ഈ ഒരു ക്വാളിറ്റി സിസ്റ്റം അതിലേക്കുള്ള ചുവടുവയ്പ്പായി ഈ ഭേദഗതി ബില്ലിനെ നമ്മൾ കാണണം. അങ്ങനെയെങ്കിൽ നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ നീറ്റ് പരീക്ഷ എന്നതിൻ്റെ സംവിധാനത്തിൽ ഒരു മാറ്റം വേണോ? അത് അതേപടി തുടരണോ? കുറച്ചുകൂടി സുതാര്യമായൊരു വഴി തിരഞ്ഞെടുക്കണോ? അതോ പുതിയ വഴി വേണോ? ഒരു സംശയവുമില്ല, നീറ്റ് എന്നുള്ള സംവിധാനം അടിമുടി മാറണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുള്ള കോളേജ് അതല്ലെങ്കിൽ അത്തരത്തിൽ രാജ്യത്തെമ്പാടുമുള്ള കോളേജുകൾക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ? ഇത്രയേറെ കുട്ടികൾക്ക് ഒരൊറ്റ സമയത്ത് എഴുതുമ്പോൾ അത് കമ്പ്യൂട്ടറൈസ് ചെയ്തും അത് ഓൺലൈനിലും എത്രത്തോളം സുരക്ഷിതമായി നടത്താൻ പറ്റും? അതിനുള്ള സംവിധാനം, അതിനെ ഫയർവാൾ വെച്ചുകൊണ്ട് അതിനെ അക്രമകാരികൾ അല്ലെങ്കിൽ ഇൻട്രൂഡേഴ്സ് കയറാതിരിക്കുവാനുള്ള സംവിധാനം അടക്കം ഈ രാജ്യത്തെ എത്രയോ ലക്ഷം കോളേജുകൾ ചെയ്യാനുള്ള സംവിധാനം, ഇതെല്ലാം ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ നന്ദൻ നിഗലേനിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്നെ പോലെ ഇത്തരം വിഷയങ്ങൾ നീറ്റ് ജന്മത്തിൽ എഴുതാത്ത ആൾ അതിനെക്കുറിച്ച് മറുപടി പറയുന്നത് ശരിയാവില്ല. ഒരുപക്ഷെ ഡോക്ടർ വർഗീസ് ജോർജ് സാറിന് എന്നേക്കാൾ നന്നായിട്ട് അത് പഠിച്ചിട്ടുണ്ടാകും, അദ്ദേഹത്തിന് പറയേണ്ടാകും. ഞാൻ അതിൽ യോഗ്യനല്ല, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നീറ്റ് സംവിധാനത്തിൽ അടിമുടി പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തി എഴുതുക തന്നെ വേണം, അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് പുതിയ സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും ഉന്നതനായ അല്ലെങ്കിൽ യോഗ്യനായ ഒരാളെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നന്നായി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുവാനുള്ള ഈ രാജ്യത്തെ സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ തീരുമാനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. അതും ഒരു പക്ഷേ അടുത്ത തലമുറയ്ക്ക് പോലും ഗുണകരമായ രീതിയിലുള്ള പല കമ്മിറ്റി റിപ്പോർട്ടുകളും ഞാൻ അതിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതുകൂടി ഈ പാർലമെൻ്ററി സംവിധാനത്തിൽ, നിയമനിർമ്മാണ സംവിധാനത്തിൽ പ്രതിപക്ഷങ്ങൾക്ക് ഉയർത്തിക്കാട്ടാവുന്നതും അത് കേൾക്കുവാനും അതനുസരിച്ച് നിയമങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഈ ചർച്ചയുടെ ഭാഗമായി വന്ന കുറച്ചധികം അഭിപ്രായങ്ങളോട് വളരെ ബഹുമാനമുണ്ട്. ചിലതിനോട് എനിക്ക് എതിരഭിപ്രായമുണ്ട്, ചിലതിനോട് എനിക്ക് കറക്റ്റ് ചെയ്യാനുമുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത്, ഇത് ഈ പറയുന്ന കോച്ചിങ് എന്നുള്ളത് ഒരു ഇൻഡസ്ട്രി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ഇൻഡസ്ട്രി ആയിരുന്നു. പക്ഷേ ഇന്ന് അതിന് കുറച്ചുകൂടി യോജിച്ച പേര് കോച്ചിങ് മാഫിയ എന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതൊരു മാഫിയ സംഘമായിരിക്കുന്നു. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന മുഴുവൻ ചോർച്ചയുടെയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോച്ചിങ് മാഫിയകളോ അവിടുത്തെ ഇത്തരം തീവ്രവാദികളായ കോച്ചിങ് സെൻറ്റർ ഉടമകളോ കേരളത്തിലും അത്തരത്തിലുള്ള ഉടമകൾ ഉണ്ട് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പേരടക്കം ഇപ്പോൾ സൈലസ് പോലുള്ള ഒരു സംവിധാനത്തിൻ്റെ ആളുകൾ പോയി അവിടെ കിടന്ന് കാണിക്കുന്ന രാഷ്ട്രീയ പേക്കൂത്തുകളടക്കം അന്വേഷിക്കേണ്ടതാണ്. ഇവരെല്ലാം മുൻപ് നടത്തിയ പല തട്ടിപ്പുകളെക്കുറിച്ചും മുന്നോട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ ഒരു കാര്യം ഇതിനിടയ്ക്ക് എനിക്ക് ഓർമ്മ വരുന്നു. ഏതെങ്കിലും കുട്ടികൾ ഇത്തരത്തിൽ സമരപരിപാടികൾ നടത്തിയാൽ അവരുടെ മുൻകാല ചരിത്രങ്ങളും മുൻകാല കേസുകളും കുത്തിപ്പൊക്കരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ആ സുപ്രീം കോടതി നിയമത്തെ എതിർക്കുന്നു. അത്തരം പാടില്ല. കാരണം ഇത്തരം കുറ്റവാളികൾ തങ്ങളുടെ ഭൂതകാലം തടയുവാനും എറേസ് ചെയ്യുവാനും ഇത്തരം സമരങ്ങൾ പങ്കെടുത്താൽ അതിന് കാരണമാകും. ഇപ്പം ഞാനൊരു 10ഓളം കുറ്റങ്ങൾ ചെയ്തിട്ട് ഞാനൊരു സമരത്തിൽ പങ്കെടുത്തു, അതുകൊണ്ട് എൻ്റെ പഴയ കേസുകളൊന്നും കുത്തിപ്പൊക്കരുത് എന്ന ന്യായം അത് ഏത് സുപ്രീം കോടതിയിലെ ഏത് ചീഫ് ജസ്റ്റിസ് വിധിച്ചാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പാർലമെൻറ്റിലും ഞാനോ എനിക്ക് അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ശബ്ദം ഉയർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് മുൻകാല കാലത്തിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു സമരത്തിൽ പങ്കെടുത്താൽ മറ്റൊന്നും ചോദിക്കരുത് എന്ന ന്യായത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. രണ്ട്, ശ്രീ വർഗീസ് ജോർജ് പറഞ്ഞ ഒരു ഭൂരിപക്ഷം കാര്യത്തെയും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ റേഷ്യോ, ആ റേഷ്യോൻ്റെ കാര്യം പരിശോധിച്ചു. അദ്ദേഹം ഡയറക്റ്റ് റേഷ്യോ ഒന്നും പറഞ്ഞില്ല, പക്ഷേ ധാരാളം ഡോക്ടേഴ്സിൻ്റെ റേഷ്യോ ഇപ്പോൾ നമുക്കറിയാം. ഇന്ത്യയിലെ ഡോക്ടർ റേഷ്യോ 1:8 811 ഒക്കെയാണ് ഇന്ത്യയിലെ റേഷ്യോ. ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് ലോകാരോഗ്യ സംഘടന പറയുന്നതിനേക്കാൾ കൂടുതലുമാണ്. നല്ല ബെറ്റർ റേറ്റാണ്, നല്ല റേറ്റാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും അത് കുറവാണ്. 1:2363 യു പിയിലെ റേഷ്യോ. ബീഹാറിൽ 1:2000 ആണ്. മറ്റത് 1:1500 ആണ് ജാർഖണ്ഡിൽ. ആസാമിലും എല്ലാം 1600, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 1500 മുകളിലാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ അത് ചിലപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അത് 1:363 അല്ലെങ്കിൽ 400 ഒക്കെ ആയിരിക്കാം. അതായത് 363 ആളുകൾക്ക് ഒരു ഡോക്ടറുണ്ട്. അലോപ്പതി ഡോക്ടറാണോ ആയുർവേദ ഡോക്ടറാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഏതായാലും ഡോക്ടറുണ്ട്. പക്ഷേ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തവുമാണ്.
അതുകൊണ്ട് ഇത്തരം കൂടുതൽ ഡോക്ടർമാരെയും കൂടി നമ്മളുടെ പല സംസ്ഥാനങ്ങളിലും ആവശ്യമുണ്ട് എന്ന രീതി പരിഗണിച്ചാൽ ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ഒരു ദേശീയ സർക്കാരിന് ഇത്തരത്തിൽ കൂടുതൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇളവുകൾ അനുവദിക്കേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സമൂലമായ ഒരു കഴിവിനെ അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിക്ക് കുറവുണ്ടാകുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് വിജയത്തിനെയും അന്ന് ഉണ്ടാകുന്ന ചോദ്യപേപ്പറുകളും കൂടി ആശ്രയിച്ചിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടൊരു എൻ്റേതൊരു സുചിന്യമായ അഭിപ്രായം എന്നാണ് പറയുന്നില്ല, പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ കുറച്ച് അപാകതകൾ ഉണ്ട് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് എനിക്ക് വളരെ സന്തോഷമായത്. ഇൻ്റലിജൻസിൻ്റെ വളരെ വലിയ കുഴപ്പങ്ങൾ കൊണ്ടാണ് അവിടെ അക്രമകാരികളും ഈ ആളുകളും വന്നത് എന്ന്. അതായത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇൻ്റലിജൻസ് പാളിച്ചയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ ചൂണ്ടുന്ന വിരലിന് പകരം 4 വിരൽ അദ്ദേഹത്തിൻ്റെ നേരെയുമാണ് ചൂണ്ടുന്നത്. AK-47 ബോംബുമായി ബോംബെയിലേക്ക് കയറി വന്ന് നൂറുകണക്കിന് ആൾക്കാരെ കൊന്നിട്ട് മിക്കവാറും എല്ലാ ആഴ്ചകളിലും ഈ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന കഥകൾ കേട്ട് വളർന്ന 2014 വരെയുള്ള ചരിത്രം മനസ്സിലാക്കാതെ ആണ് താങ്കളിത് പറയുന്നത്. അത്തരം സംവിധാനങ്ങൾ ഇന്ന് അതിശക്തമായി പ്രവർത്തിക്കുന്നു. ഇൻ്റലിജൻസ് സമ്മാനം അറിഞ്ഞാലും ഇത്തരം കുറ്റവാളികൾ ഇതിലേക്ക് കടന്നാൽ അവരെ തടയുവാൻ പോലീസിന് നടപടിയെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് സംഭവിച്ചതുപോലെ നമുക്ക് ഏത് സംസ്ഥാനത്തിനും നടക്കാം. ഇപ്പം ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇപ്പോൾ കർണാടകയിൽ പരീക്ഷ ചോർച്ച നടന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം, തൊഴിലാളി പ്രസ്ഥാനം ഒക്കെയുള്ള സംഘപരിവാർ സംഘടനകൾക്ക് ഞങ്ങൾക്കൊരു 2 ലക്ഷം പേരോ 5 ലക്ഷം പേരെയോ ഡയറക്റ്റ് മാർച്ച് ചെയ്ത് അവിടെ ഒരു 10 ദിവസം ഇരുത്താൻ പറ്റില്ല എന്നാണോ താങ്കൾ വിചാരിച്ചത്? അങ്ങനെ ഒരു വിചാരിക്കരുത്. അത് കേരളത്തിലും പറ്റും, മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും പല രാഷ്ട്രീയക്കാർക്കും പറ്റും. ഇപ്പോൾ പുതിയ അധികാരത്തിൽ വന്ന വിജയിനെ മറിച്ചിടാനായിട്ട് DMK വിചാരിച്ചാൽ ഒരു 10 ലക്ഷം പേരെ DMKക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ചെന്നൈയിൽ കൊണ്ട് ഇരുത്താൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് നിങ്ങൾ 1949 നവംബർ 5-ാം തീയതി ഡോക്ടർ അംബേദ്കർ പ്രസംഗിച്ച ആ പ്രസംഗം നിങ്ങൾ വായിക്കേണ്ടത്. ഇന്ന് ഒരു വിദേശ രാജ്യമല്ല ഇന്ത്യയെ ഭരിക്കുന്നത്, നമ്മളാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു പാർലമെൻ്റ് ഉണ്ട്, ഭരണഘടനയുണ്ട്. അപ്പോൾ അത് ഭരണഘടനയ്ക്കും പാർലമെൻറ്റിനും അനുയോജ്യമാതിയിൽ സമരം ചെയ്യുവാനും ഇതിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്ന് സമരം ചെയ്യുവാനും അന്ന് ബ്രിട്ടീഷ് ശക്തികൾക്കെതിരെ സമരം ചെയ്ത സമര മുറകളെ അല്ല ഇന്ന് നമ്മൾ പരീക്ഷിക്കേണ്ടതും അത്തരം തീരുമാനിക്കേണ്ടതും എന്ന് അംബേദ്കർ പറഞ്ഞുകൊണ്ട് അത് അരാജകത്വത്തിലേക്ക് നയിക്കും ഈ രാജ്യത്തെ. നമ്മൾ ശക്തമായ ഭരണഘടനയുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്, പാർലമെൻറ്റിൽ ആണ് നിങ്ങൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതും പാർലമെൻറ്റിലൂടെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകളെ തിരുത്തേണ്ടതുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ നയിക്കുന്ന സമരത്തെ കൂടി ആലോചിച്ചിട്ടായിരിക്കണം ദീർഘദർശിയായ അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് അംബേദ്കറിസ്റ്റ് എന്ന് പറയുമ്പോൾ അംബേദ്കറിൻ്റെ പ്രസംഗങ്ങളും മിനിമം അവസാനത്തെ പ്രസംഗങ്ങളിലും വായിച്ചിട്ട് അതിന് യോജ്യമായ നടപടികൾ കൂടി എടുക്കണം എന്ന് പറയുന്നു. ഞാൻ ചോദിക്കാം, പിന്നെ അദ്ദേഹം പറഞ്ഞു നമ്പർ പ്ലേറ്റ് ഇല്ലാതെ, അതിപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസും പറയണ്ടായിരുന്നു, നെയിം പ്ലേറ്റും നമ്പർ ഒന്നും ഇല്ലാതെ പോലീസുകാർ മർദ്ദിച്ചു, അത് കാരണമാണ് തിരിച്ച് പ്രവർത്തിച്ചതെന്ന്. പ്രിയപ്പെട്ട മോഹൻ വർഗീസ്, രാജീവ്, നിങ്ങൾക്കറിയാമല്ലോ ശബരിമല വിഷയത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് സ്ത്രീകളെ അടക്കം നെയിം പ്ലേറ്റും ഇല്ലാതെ ആളുകൾ മർദ്ദിച്ചുവെന്ന്. എന്നിട്ട് എത്ര പോലീസുകാർ ആശുപത്രിയിലായി, എത്ര പോലീസുകാർ മർദ്ദനമേറ്റ് ICUയിൽ കിടന്നു, എത്ര ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് നിശബ്ദരാകേണ്ടി വന്നു, എത്ര മാധ്യമപ്രവർത്തകർക്ക് ഞങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദിച്ച എത്ര മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിൽ നിന്ന് ഓടിപ്പോവേണ്ടി വന്നു, അല്ലെങ്കിൽ സമരമുഖത്ത് നിന്ന് ഓടിപ്പോവേണ്ടി വന്നു. അതാണ് ഗാന്ധിയൻ സമരം. അത്തരം സമരമുറകളാണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഡൽഹിയിൽ നടന്ന സമരങ്ങളിൽ 118ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു, 4ഓളം IPS ഉദ്യോഗസ്ഥന്മാർക്ക് ICUവിലായിരുന്നു പല ദിവസങ്ങളിലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിരവധി മാധ്യമപ്രവർത്തകർക്ക് അവർ നിശബ്ദരാകുകയോ കയ്യേറ്റം ചെയ്യപ്പെടുമെന്ന് ഭയന്നുകൊണ്ട് ഓടുകയോ, കേരളത്തിലെ തന്നെ പല പത്രപ്രവർത്തകർക്കും കല്ലേറിൽ വയറിനൊക്കെ പരിക്കേറ്റ കാര്യം അവർ ലൈവിൽ പല റിപ്പോർട്ടർമാരും പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗാന്ധിയൻ സമരമല്ല, ഇത് മറിച്ച് വളരെ അക്രമകാരികൾ നടത്തുന്ന സമരമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മോഹൻ വർഗീസ് സാറേ, ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം, സമരം ചെയ്യുന്നവർക്ക് മാത്രമല്ല ജനാധിപത്യ അവകാശം, അവിടെ തൊഴിൽ ചെയ്യുന്നവർക്ക്, ഡൽഹിയിൽ ജീവിക്കുന്നവർക്ക്, കൊണാട്ട് പ്ലേസിലെ വ്യവസായികൾക്കും വ്യാപാരികൾക്കും, അവിടുത്തെ പോലീസുകാർക്ക്, അവിടെ റിപ്പോർട്ട് ചെയ്യാമെന്ന മാധ്യമപ്രവർത്തകർക്ക്, അവർക്കെല്ലാവർക്കും മനുഷ്യാവകാശമുണ്ട്. അവരെ എല്ലാം ദ്രോഹിക്കുന്നവരെ, നിരന്തരമായി മർദ്ദിക്കുന്നവരെ, അവരെ റീൽസിലും അതേപോലെ തന്നെ നേരിട്ടും കളിയാക്കുന്നവർക്കൊക്കെ
ഇത്തരം മറുപടികൾ ഒരുപക്ഷെ വേണ്ടിവരും. നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത്? അവിടെ നരേന്ദ്രമോദിയുടെ നഗ്നചിത്രം കാട്ടിക്കൊണ്ട് അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രശ്നം, നേപ്പാളിലെ പോലെ പാർലമെൻറ്റ് തകർത്താൽ അവിടെയാണ് മഹത്തായ ജനാധിപത്യം സംരക്ഷിക്കുന്നത് പ്രസംഗിച്ച എത്ര വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുന്നത് ജനാധിപത്യ സമരം എന്നാണോ? താങ്കൾ അവിടെ കേട്ടത് മഹത്തായ മുദ്രാവാക്യങ്ങൾ മാത്രമാണെന്നാണോ ഞാൻ വിചാരിക്കേണ്ടത്? അവിടെ ദ ഫക്ക് രാം ടെമ്പിൾ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച എത്ര വീഡിയോ ഞാൻ കാണിച്ചു തരണം? അവിടെ ശ്രീരാമൻ്റെ ഫോട്ടോയെ ചെരുപ്പ് കൊണ്ടടിച്ച വീഡിയോകൾ ഞാൻ എത്ര കാണിച്ചു തരണം? അവിടെ നരേന്ദ്രമോദിയുടെ വൃത്തികെട്ട വീഡിയോകൾ AI ഉണ്ടാക്കി രസിക്കുകയും അതിനെ കൈയടിക്ക് സഹായിക്കുകയും ചെയ്ത എത്ര നേതാക്കളുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം? എത്ര പോലീസുകാരുടെ തല പൊട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ ആംബുലൻസിനെ പോലും തടഞ്ഞു നിർത്തിയ സമരാർത്ഥികളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സമരത്തിന് ഗാന്ധിയൻ സമരം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ മേൽ നടത്തിയ ചെറിയ ചെറിയ ആക്രമണങ്ങൾ, താങ്കൾ പറഞ്ഞല്ലോ AK-47 ഉപയോഗിച്ചില്ല, അദ്ദേഹം കാണിച്ചത് പേടിപ്പിച്ചു എന്നേ ഉള്ളൂ. അതേപോലെ ആണിയടിച്ച ലാത്തി കൊണ്ട് അടിച്ചു എന്നുള്ള കേസില്ല, അത് കാണിച്ചു, മറ്റത് ഇതായിരുന്നു, അത് ഫേക്ക് ആയിരുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ സമരങ്ങൾ പൂവും അതുപോലെ തന്നെ പാട്ടും പാടിയിട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരമാണെന്നും പറഞ്ഞേക്കരുത്. ഞങ്ങൾക്കും മറ്റുള്ള മീഡിയകളും സോഴ്സുമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൂടി ജനങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം